Hi students, myself Sonia Miri, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. Today we are going to discuss about the different directory structures. Okay, the first one is single level directory. It is the simplest directory structure. Okay, all files are contained in the same directory, which is easy to support and understand. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫയൽ, എന്താണ് ഡയറക്ടറി എന്ന്. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡയറക്ടറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സിംഗിൾ ലെവൽ ഡയറക്ടറീസാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഫയൽസും ഈ സിംഗിൾ ഡയറക്ടറിക്കുള്ളിലായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മനസ്സിലാക്കുന്നതും വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിനൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് when the number of files increases or the system has more than one users, നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഒന്നിലധികം യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫയൽസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഫയൽസിനെ സെർച്ച് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ടഫ് ടാസ്ക്കാണ്. അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ ഫയൽസിനും യൂണീക്ക് നെയിം ആയിരിക്കും. അതായത് ഒരേ പേര് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ഫയൽസിനും ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു സിംഗിൾ ലെവൽ ഡയറക്ടറിയുടെ ഫിഗറാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ഡയറക്ടറീസും അതിൻ്റെ അകത്തുള്ള ഫയൽസും എല്ലാം എന്തൊക്കെയാണെന്ന് കാണിച്ചിരിക്കുവാണ്. സിംഗിൾ ലെവൽ ഡയറക്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇഫ് ദ സൈസ് ഓഫ് ദ ഫയൽസ് ആർ വെരി സ്മോൾ ദെൻ ദ സെർച്ചിങ് ബിക്കം ഫാസ്റ്റർ. ഫയലിൻ്റെ സൈസ് വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് സെർച്ചിങ് വളരെ, ഡയറക്ടറിക്കകത്തുള്ള ഫയൽസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് സെർച്ചിങ് എളുപ്പമാണ്. വിച്ച് മീൻസ് വാട്ട്, ഫയൽസിൻ്റെ എണ്ണം കൂടിയാണെങ്കിൽ സെർച്ചിങ് കുറച്ചുകൂടെ ടഫായിട്ട് മാറും. ഫയൽ ക്രിയേഷൻ, സെർച്ചിങ്, ഡിലീഷൻ ഇസ് വെരി സിമ്പിൾ. ഹെൻസ് വി ഹാവ് ഓൺലി വൺ ഡയറക്ടറി. സിംഗിൾ ഡയറക്ടറി ഉള്ളത് കൊണ്ട് സെർച്ചിങ്ങും ക്രിയേഷനും ഒക്കെ ഇതായതുകൊണ്ട് വളരെ സിമ്പിളാണെന്ന് നമുക്ക് അഡ്വാൻറ്റേജിൽ പറയാൻ പറ്റും. സിംഗിൾ ലെവൽ ഡയറക്ടറി ഡിസഡ്വാൻറ്റേജസ് ആണ്. വി കനോട്ട് ഹാവ് ടു ഫയൽസ് വിത്ത് ദ സെയിം നെയിം. നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്ടറിക്കകത്തുള്ള ഓരോ ഫയൽസിനും നെയിം യുണീക്ക് ആയിരിക്കണം. Directory may be very big, therefore the searching for a file may take too much time. നമ്മൾ പറഞ്ഞു ഡയറക്ടറി സ്മോൾ ആണെങ്കിൽ നമുക്ക് സെർച്ചിങ്ങും ക്രിയേഷനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ നമ്മുടെ ഡയറക്ടറിയിലെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് സെർച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യും. പ്രൊട്ടക്ഷൻ കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ് ഫോർ മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഒരു മൾട്ടിപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ ഇവിടെ പ്രൊട്ടക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദർ ഇസ് നോ വേ ടു ഗ്രൂപ്പ് സെയിം കൈൻഡ് ഓഫ് ഫയൽസ്. ഗ്രൂപ്പിംഗ് അവിടെ പറ്റൂല. Choosing the unique name for every file is a bit complex and limits the number of files in the system because most of the authors limit the numbers of characters used to construct the file name. യൂണീക്ക് നെയിം ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫയൽ നെയിമിൻ്റെ അകത്ത് ഒരു ഫയലിനെ നെയിം ചെയ്യാൻ എത്ര ക്യാരക്ടേഴ്സ് ഉള്ളതിനകത്ത് ലിമിറ്റേഷൻസും ഉണ്ട്. നെക്സ്റ്റ് ഇസ് 2 level directory structures. In this directory structure, each user has its own user file directory. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ യൂസേഴ്സിനും ഒരു UFD ഉണ്ട്. The UFD have similar structures, but each list only the files of a single user. ഇവിടെ UFDക്ക് സിമിലർ സ്ട്രക്ചർ ആണെങ്കിലും ഓരോ ലിസ്റ്റിൻ്റെ അകത്തുള്ള ഫയൽസിനെ ഒരു യൂസറിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. When a user logins the master file system, the master file directory is searched. ഒരു മൾട്ടിപ്പിൾ യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു സിംഗിൾ ലെവൽ ഡയറക്ടറിയുടെ ഡിസഡ്വാൻറ്റേജ്. ഇവിടെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, MFD മാസ്റ്റർ ഫയൽ ഡയറക്ടറി യൂസ് ചെയ്യും. ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് മാസ്റ്റർ ഫയൽ ഡയറക്ടറിയാണ് അവിടെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ആ മാസ്റ്റർ ഫയൽ ഡയറക്ടറിയിൽ നിന്നുകൊണ്ട് തന്നെ യൂസർ ഫയൽ ഡയറക്ടറീസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, when a user refers a particular file, only his own UFD is searched. Thus the different users may have files with the same name. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് UFD ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം MFD നമ്മളുടെ UFD മാത്രമേ അവിടെ ലോഡ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ UFDക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്നിലധികം ഫയൽസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് സ്ട്രക്ചർ സോൾവ്സ് ദ നെയിം കൊളിഷൻ പ്രോബ്ലം. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 4 ഡിഫറെൻറ്റ് യൂസേഴ്സിനെയാണ് ഇൻഫർമേഷൻസാണ് MFDയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, user 1, user 2, user 3 ആൻഡ് user 4. user 1 യൂസർ ഐഡിയും പാസ്വേഡും
ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് MFD എന്ന് പറയുന്ന മാസ്റ്റർ ഫയൽ ഡയറക്ടറി യൂസർ 1ൻ്റെ UFD മാത്രമേ ലോഡ് ചെയ്യൂ. മനസ്സിലാവുന്നോ? അതേപോലെ തന്നെ യൂസർ 2 ലോഗിൻ ചെയ്യുമ്പോൾ MFD മാസ്റ്റർ ഫയൽ ഡയറക്ടറി യൂസർ 2ൻ്റെ അണ്ടറിലുള്ള UFD മാത്രമേ ലോഗിൻ ചെയ്യൂ. അപ്പം യൂസേഴ്സ് ലോഗിൻ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഫയൽസ് അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ യൂസർ 1ന് അവിടെ A എന്നൊരു ഫയലുണ്ട്. അതേപോലെ യൂസർ 2-നുമുണ്ട്, 3-ക്കുമുണ്ട്, 4-നുമുണ്ട്. അവിടെ നെയിം കൊളിഷൻ വരുന്നില്ല. യുണീക്ക് നെയിം യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഡയറക്ടറിക്കുള്ളിൽ നെയിം കൊളിഷൻ അല്ല, ഡയറക്ടറിക്ക് പുറത്തുള്ള നെയിം കൊളിഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. Now the characteristics of two-level directory system. Each file has a path name, username, directory name. Username and directory name ആണ് path name. Different user can have the same file name. Different usersന് same file name നമുക്ക് create ചെയ്യാൻ. Searching become more efficient as only one user's list need to be traversed. Searching വളരെ എളുപ്പമായിരിക്കും. Then same kind of files cannot be grouped into a single directory for a particular user. നമ്മൾ പറഞ്ഞു ഡയറക്ടറിക്കുള്ളിൽ നെയിമുകൾ എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കാം. ഡയറക്ടറിക്ക് പുറത്ത് ഡിഫറെൻറ്റ് യൂസേഴ്സിന് സെയിം നെയിം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറി. നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ട്രീ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു റൂട്ട് ഡയറക്ടറി ഉണ്ട്. എവറി ഫയൽസ് ഇൻ ദ സിസ്റ്റം ഹാസ് എ യുണീക്ക് പാത്ത് നെയിം. ഇവിടെ ഡയറക്ടറിയുള്ള ഓരോ ഫയൽസിനും ഒരു യുണീക്ക് പാത്ത് നെയിം ആയിരിക്കും. ഡയറക്ടറി കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് ഫയൽസ് ഓർ സബ് ഡയറക്ടറീസ്. ഈ ട്രീ സ്ട്രക്ചേർഡ് ഡയറക്ടറിക്കുള്ളിൽ ഡയറക്ടറീസ് ഉണ്ട്, സബ് ഡയറക്ടറീസിലുണ്ട്. ഓക്കെ, ഓൾ ഡയറക്ടറീസ് ഹാവ് ദ സെയിം ഇൻറ്റേർണൽ ഫോർമാറ്റ്. ഈച്ച് ഡയറക്ടറി എൻട്രി ഡിഫൈൻ ആൻ എൻട്രി ഫയൽ ആസ് 0 or a subdirectory as 1. സ്പെഷ്യൽ സിസ്റ്റം കോൾസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഓർ ഡിലീറ്റ് ഡയറക്ടറീസ്. ഇവിടെ നമ്മൾ സിസ്റ്റം കോൾസ് ഉപയോഗിച്ചിട്ടാണ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പാത്ത് നെയിം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അബ്സല്യൂട്ട് പാത്ത് നെയിം ആൻഡ് റിലേറ്റീവ് പാത്ത് നെയിം. അബ്സല്യൂട്ട് പാത്ത് നെയിം ആണെങ്കിൽ ബിഗിൻസ് അറ്റ് ദ റൂട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പാത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പാത്ത് നെയിം. ഓക്കെ, ആൻഡ് ദ റിലേറ്റീവ് പാത്ത് നെയിം ഡിഫൈൻസ് എ പാത്ത് ഫ്രം ദ കറണ്ട് ഡയറക്ടറി. കറണ്ട് ഡയറക്ടറിയിൽ നിന്നുള്ള പാത്ത് മാത്രത്തിന് പറയുന്ന പേരാണ് റിലേറ്റീവ് പാത്ത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ട്രീ സ്ട്രക്ചർ ഡയറക്ടറിക്കുള്ളിൽ എപ്പോഴും ഒരു റൂട്ട് ഡയറക്ടറി കാണും. ഇതിനുള്ളിൽ നമുക്ക് സബ് ഡയറക്ടറീസും ഫയൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റിലേറ്റീവ് പാത്ത് ആൻഡ് അബ്സല്യൂട്ട് പാത്ത്. ഓക്കെ, സ്ട്രക്ചർഡ് ഡയറക്ടറിയുടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ റൂട്ട് ഡയറക്ടറീസ് ഉണ്ട്. റൂട്ട് ഡയറക്ടറിക്കുള്ളിൽ നമുക്ക് സബ് ഡയറക്ടറീസും ഫയൽസും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള പാത്ത് നെയിമിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട് യൂസർ 1 തൊട്ട് നമുക്ക് റൂട്ട് ഡയറക്ടറി തൊട്ട് പാത്തിന് ഓരോ സബ് ഡയറക്ടറി വഴി നമുക്ക് പാത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കറണ്ട് ഡയറക്ടറിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് അസൈക്ലിക് ഗ്രാഫ് ഡയറക്ടറി. ഓക്കെ, ദ ട്രീ സ്ട്രക്ചർ പ്രൊഹിബിറ്റ്സ് ദ ഷെയറിംഗ് ഓഫ് ഫയൽസ് ഓർ ഡയറക്ടറി. ട്രീ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽസിന് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ടറീസിനെയോ ഫയൽസിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്ന ഒരു ഡയറക്ടറി സ്ട്രക്ചറാണ് അസൈക്ലിക്. ടു ഷെയർ സബ് ഡയറക്ടറീസ് ആൻഡ് ഫയൽസ്. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ എ സിമ്പിൾ ട്രീ സ്ട്രക്ചർ, ബട്ട് ഇറ്റ് ഈസ് വെരി കോംപ്ലെക്സ് ടു ഇംപ്ലിമെൻറ്റ്. ഓക്കെ, നമ്മൾ ഈ സെക്ഷനിൽ ഡിഫറെൻറ്റ് ഡയറക്ടറി സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു. ഓക്കെ, ഈ ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പിക്ക് സെൻഡ് ചെയ്യുക. താങ്ക് യു.